കൊല്ലം അച്ചൻകോവിലിൽ ആദിവാസി ഊരുകളിലെ ദുരിത ജീവിതങ്ങളിൽ ഇടപെട്ട് സർക്കാർ. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെ വിഷയം പരിശോധിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി മന്ത്രി കെ.എ. തുളസി. ഭക്ഷണവും മതിയായ രേഖകളും അടിസ്ഥാന സൗകര്യവുമില്ലാതെ ഉന്നതികളിൽ കഴിയുന്നത് നിരവധി കുടുംബങ്ങളാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അച്ചൻകോവിലിൽ ഭാരക്കുറവുള്ള കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ കഴിയാതെ ചൂടുവെള്ളം തണുപ്പിച്ചു കൊടുക്കുന്നുവെന്ന വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ഇതിനു പിന്നാലെ സർക്കാർ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. മഞ്ജു, സുനിൽ ദമ്പതികളുടെ കുഞ്ഞുങ്ങളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. സംഭവത്തിൽ ST പ്രൊമോട്ടർക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കാനും കുടുംബത്തിന് കുടിശ്ശികയായി ലഭിക്കാനുള്ള തുക അനുവദിക്കാനും മന്ത്രി കെ.എ. തുളസി നിർദ്ദേശം നൽകി. കൊല്ലം ജില്ലാ കളക്ടർക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. അതേസമയം സർക്കാർ അനുവദിക്കുന്ന ഭക്ഷ്യക്കിറ്റുകളും ആദിവാസി കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് ഉന്നതിയിലുള്ളവരുടെ പരാതി. ആധാർ കാർഡ് പോലുമില്ലാത്ത നിരവധി പേരാണ് ആദിവാസി ഊരുകളിൽ കഴിയുന്നത്. ഇതുവരെയായിട്ട് എനിക്കൊരു ആധാറോ ഐഡന്റിറ്റി കാർഡോ വീടോ റേഷൻ കാർഡോ ഇതുവരെ എനിക്ക് അനുവദിച്ചില്ല. ഞാൻ ഇത്ര വർഷമായിട്ട് താമസിക്കുന്ന ഈ ഷെഡിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും താമസിക്കുന്ന ഈ വീട്ടിലാണ്. പൈപ്പ് കട്ടാക്കിയിട്ടതും പിന്നീട് ഞാനിപ്പം തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഒരു കലത്തിനകത്താണ് ഞാൻ വെള്ളം കൊണ്ടുവന്ന് പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്, കുളിക്കുന്നതും എല്ലാം. വീട് വരെ കഴുകണമെങ്കിൽ അവിടെ നിന്ന് കോരിക്കൊണ്ട് ചുമന്നു കൊണ്ടുവേണം വീട് കഴുകി ഇറക്കാനും തൂത്തുവാരി ഇടാനും എല്ലാം. തോട്ടിലെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നതും ആഹാരം വെച്ച് കഴിക്കുന്നതും. വന്യജീവി സംഘർഷവും കുടിവെള്ള പ്രശ്നവും അടക്കം നിരവധി പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. മലിനജലം കുടിച്ചാണ് ഭൂരിപക്ഷം കുടുംബങ്ങളും ജീവിക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ നിരവധിയുണ്ടായിട്ടും അതൊക്കെയും അർഹതപ്പെട്ടവരിലേക്ക് എത്താത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ന്യൂസ് മലയാളം, കൊല്ലം.